ഹലോ ഫ്രണ്ട്സ്, സലീം ഷെയ്ഖാണ്. ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച നമ്മുടെ ഒരു കൂട്ടുകാരൻ, നമ്മുടെ ലക്ഷദ്വീപിൽ എന്നല്ല ഇന്ത്യയിൽ മൊത്തം അറിയപ്പെടുന്ന ഹെലൻ കെല്ലർ അവാർഡ് ജേതാവായ 2023 നമ്മുടെ ഫറൂഖ് ഭായ് എന്ന് നമ്മുടെ ഒപ്പം ഉണ്ട്. ഫറൂഖ് ഭായ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? ഓക്കെ, സൂപ്പർ, ഉഷാറ്. ഞാനും കുറെ കാലമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അലി. പല സ്ഥലങ്ങളിലും വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്, നേരിട്ട് ആദ്യമായിട്ട് വന്നു തോന്നുന്നു. കുറെ മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ 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 അല്ലേ? നിങ്ങൾ പോലീസ് ആയപ്പോ ഞാൻ പോലീസ് അല്ലാത്ത ഭാഗത്തുണ്ടപ്പോ കണ്ടിരുന്നു. എന്തായാലും അന്ന് കണ്ട ഫറൂഖ് ഭായ് അല്ല ഇത്. ഇന്നിപ്പോ ലക്ഷദ്വീപിന്റെ ഒരു മോട്ടിവേഷണൽ ഫിഗറും കൂടിയാണ്. നിങ്ങളെ ശരിക്കും പറഞ്ഞാല് നമ്മളെ പോലുള്ള ഒരുപാട് പേർക്ക് ഒത്തിരി പ്രചോദനമാണ്. അപ്പൊ സാറിന്റെ എന്തെങ്കിലും ഒരു രണ്ട് വാക്ക് നമ്മുടെ കാഴ്ചക്കാർക്കും നമ്മുടെ ഈ പുതുതലമുറക്കും ഈ വർത്തമാനകാലത്ത് ജീവിക്കുന്ന ഞങ്ങളെ പോലുള്ളവർക്ക് ഒരു ഉപദേശം എന്നോണം നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, വളരെ സന്തോഷം. അപ്പൊ എന്തൊക്കെയുണ്ട്? വളരെ സന്തോഷം. എന്റെ ആദ്യ സർവീസ് ഇവിടെ ആയിരുന്നു. ഈ ഇവിടെ എത്ര തവണ വന്നതിനേക്കാൾ ഒരു ഇരട്ടി മധുരമായിട്ടാണ് ഞാൻ വന്നത്. ഡോക്ടർ ബത്രാസ് അവാർഡ് വാങ്ങിയ ശേഷം കൊച്ചിയിൽ നിന്ന് നേരിട്ടുണ്ട്. നേരിട്ടിങ്ങോട്ട് അല്ലേ? ചേത്തനകത്ത് സെലക്ട് ചെയ്ത് ചെറിയ മണ്ണും ചേലത്തെ ചേത്തളം അങ്ങനെയല്ലേ പറയുന്നത്? അതെ, ചേലത്തെ ചേത്തളം. അപ്പൊ ചേലത്തെ പേര് പോലെ തന്നെയാണ്, ചേലാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖല എനിക്കതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പ്രൂവ് ചെയ്യുന്ന മണ്ണാണ്. ഞാൻ പ്രൂവ് ചെയ്ത മണ്ണും കൂടിയാണ്. അതെ, ഒരാൾക്ക് എന്തെങ്കിലും ഒരു സഹായം എത്തിക്കാതെ ഞാൻ പോയിട്ടില്ല. അതെ. ഇപ്പൊ ഈ വരവിന് എന്തോ ഒരു പ്ലാൻ കാണുമില്ലേ? ആരോഗ്യ മേഖലകളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഭിന്നശേഷിക്കാരെ നേരിട്ട് കാണാൻ, അവർക്ക് ബന്ധപ്പെട്ട സഹായ സഹകരണങ്ങൾ ഏതൊക്കെ ഭാഗത്തു നിന്ന് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യിപ്പിക്കണം. അതെ, അതുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, ഫറൂഖ് ഭായിന്റെ കൂടെ ഇത്തരം കാര്യങ്ങൾക്ക് ഏത് രീതിയിലുള്ള സപ്പോർട്ട് ആണെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് എന്നെ കൊണ്ട് കഴിയാവുന്ന എല്ലാ രീതിയിലും ഞാൻ 24 മണിക്കൂറും. വളരെ സന്തോഷം. ഞാൻ നിങ്ങളെ പോലെയുള്ള ആളുകളെ പ്രശംസ ക്യാമറയ്ക്ക് നിൽക്കാത്ത ആളാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ ക്യാമറയിലേക്ക് എത്തുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഈ സർവീസ് പൊതുസമൂഹത്തിലും പൊതു ആളുകളുടെ ഇടയിലേക്ക് ഇതെങ്ങനെ പ്രചരിപ്പിക്കാൻ പറ്റും, ഇവരെ ഏറ്റെടുക്കാൻ ആർക്കൊക്കെ പറ്റും. എല്ലാ കാലവും നമ്മൾ പറയുന്നത് ഗവൺമെന്റ് അല്ല, പൊതുസമൂഹവും ഗവൺമെന്റ് ഒക്കെ കൂടിയതാണ് ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണാൻ പറ്റും. തീർച്ചയായിട്ടും. അതിനുവേണ്ടി എല്ലാവരും ചാരിറ്റിയുടെ പേരിലും സാമൂഹിക സാംസ്കാരിക മേഖലയുടെ പ്രവർത്തനം എല്ലാവരും ഒന്നിച്ച് ഈ മേഖല ഏറ്റെടുക്കണം. ഞാൻ ആകെ പറയുന്നത്, കഴിഞ്ഞ ദിവസം ഒരു ഇല എന്ന് പറഞ്ഞ സ്ഥാപനം വിസിറ്റ് ചെയ്തിരുന്നു. അപ്പൊ അവിടെ നിന്ന് മനസ്സിലായി, നമ്മുടെ വീടിന്റെ മുറ്റത്തുള്ള ആളുകളെ ഒന്ന് തിരിച്ചറിഞ്ഞാൽ മതി. അതെ അല്ലേ? ചേത്രത്തേര് കൃത്തങ്കാർ അറിയണ്ട, ചേത്രത്തേര് അറിഞ്ഞാൽ മതി. ലക്ഷദ്വീപിലെ ഓരോ വ്യക്തികളും അവരവരെ വീടിന്റെ അടുത്തുള്ളവരൊന്ന് കാണാൻ ശ്രമിക്കുക. അതിലൂടെ പരിഹാരം കാണാൻ പറ്റും. ആദ്യം നമ്മൾ അവിടെ നിന്ന് കാണാൻ ശ്രമിക്കുക, ജസ്റ്റ് ബാക്കിയുള്ളവരെ നമ്മൾ എല്ലാവരും സംസാരിക്കുക. എല്ലാവരും സ്വയം സംസാരിക്കാനും മറ്റുള്ളവരോട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാം. അതെ അതെ. ഇപ്പൊ നിങ്ങളൊക്കെ പോലത്തെ ആൾക്കാരെ കുറെ കണക്ഷൻസ് ഉണ്ടാകും. ഈ കണക്ഷൻ പൊതുസമൂഹത്തിന് പൊതു ആളുകൾക്ക് എങ്ങനെ ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇതാക്കുക. നിങ്ങളുടെ കാണുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളുണ്ട്. അവരിലേക്ക് നിങ്ങൾ ഈ സന്ദേശം എത്തിക്കുക. എല്ലാരും നന്നായിട്ട് സംസാരിക്കുക, നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക. അതെ, തീർച്ചയായിട്ടും. അത് ഒരുപാട് സന്തോഷം. ഞാൻ പറഞ്ഞല്ലേ, നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. കാരണം ഈ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും സമൂഹത്തിന് ഏത് രീതിയിൽ ഉപകാരപ്പെടും എന്നുള്ളത് നോക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ വീഡിയോസിൽ പല കാഴ്ചകളായിക്കോട്ടെ അല്ലെങ്കിൽ ചരിത്രങ്ങളായിക്കോട്ടെ അതിന്റെ കൂടെ നമ്മൾ പോകുന്നത്. അത് നാളൊരു കാലം മറ്റൊരു ആൾക്കാർ ഉപകാരപ്പെടണം എന്നുള്ളത് തന്നെയാണ്. അതാണ് പറഞ്ഞത്. നമ്മളിലൂടെ നമ്മൾക്ക് ചെയ്യാവുന്നത് നമ്മൾ സമൂഹത്തിൽ ചെയ്യുക. എല്ലാവർക്കും എല്ലാവരും ഉത്തരവാദിത്വം. ഇപ്പൊ ഞാൻ മുൻകാലങ്ങളിൽ ചെയ്തത് വലിയ സംഭവമല്ല. ഞാൻ ഇനി ചെയ്യുന്നത് സംഭവമാക്കി മാറ്റിയേ പറ്റൂ. കാരണം ഞാൻ അത്രയേറെ ചെയ്യണം. രാജ്യം ഒരു 4 പേരെ സെലക്ട് ചെയ്യുമ്പോൾ രാജ്യത്തെ 4 പേരിൽ ഒരാൾ ഈ ചെറിയ തുരുത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ എന്നിലെന്തോ അവർ കണ്ടിട്ടുണ്ട്. അത് ഞാൻ പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുക്കണം. അതാണ് കഴിഞ്ഞ ആഴ്ച കവറത്തിയിൽ നടത്തിയ ഒരു പൊതു വീൽ ചെയർ ഡാൻസ് ആദ്യമായി നടത്തി. അപ്പൊ അതുപോലത്തെ പരിപാടികൾ മുൻകാലങ്ങളിൽ ഇനിയുള്ള കാലങ്ങളിൽ കാണാൻ പോകുന്നു. ഡിസംബർ മുതൽ ഞാൻ ലക്ഷദ്വീപ് പര്യടനത്തിന് ഒരുങ്ങുന്നു. ഈ ഏപ്രിൽ മുതൽ ഇന്ത്യൻ പര്യടനത്തിന് ഒരുങ്ങുന്നു. ഇതൊക്കെ എനിക്ക് തന്ന അവാർഡ് എത്രയും വാല്യൂ ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നു. അതിന്റെ ഒരു തുടക്കം ആവട്ടെ അലിയുമായിട്ടുള്ള ബന്ധം. അലിയെ പോലത്തെ ആൾക്കാരുടെ ഉറച്ച പിന്തുണയും സഹായവും പ്രതീക്ഷിക്കും. അത് തന്നെ എപ്പോഴും ഉണ്ടാവും. അതിലൊരു ഒരുപാട് സന്തോഷം. അപ്പൊ നിങ്ങളെപ്പോലുള്ളവർ നമ്മളോട് സംസാരിക്കുന്നത് തന്നെ നമുക്ക് ഇത്തരം ഒരു ടൈം നമുക്ക് വേണ്ടി തരിക എന്നുള്ളത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു വാല്യൂ. ഞാൻ സത്യമായിട്ട്
നിങ്ങളെ പോലുള്ള ആളുകളാണ് എന്നെ ആക്കിയത്. അല്ലാതെ ഞാൻ ഒത്തുമുളച്ചോളൂ. എന്നെ ദ്വീപിൽ സ്നേഹിച്ച് സഹായിച്ച സഹകരിച്ച കുറെ ആളുകളുണ്ട്. എന്റെ ഫ്രണ്ട് സർക്കിള് വിശാലമാണ്. ദ്വീപിൽ എല്ലാവരും എന്നെ എനിക്കൊരു പ്രത്യേക ഇതുണ്ട്. എന്നെ സ്നേഹിക്കുന്നുണ്ട് എല്ലാവരും. അത് പ്രൂവ് ചെയ്ത ആളാണ്. രാജ്യം അത് പ്രൂവ് ചെയ്ത് കാണിച്ചു തന്നു. അതുകൊണ്ട് തന്നെ എന്റെ ഫ്രണ്ട് സർക്കിൾ പ്രധാനപ്പെട്ട വലിയ ഷേഖിനൊക്കെ ഞാൻ കുറെ തവണ വിളിച്ചിരുന്നു. നമുക്ക് ഇപ്പൊ മീറ്റ് ചെയ്യാൻ പറ്റും. ഓർമ്മയുണ്ടോ? കാരണം ഞാൻ അലി ഷേഖിന്റെ വീഡിയോയും വൈറലും കണ്ട ആളാണ്. കാരണം നിങ്ങൾ ഏറ്റെടുക്കുന്ന മേഖലയിൽ അത്രയും പോസിറ്റീവ് എനർജിയാണ്. അപ്പോ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഏതെങ്കിലും കേസുകൾ ആ തരത്തിലേക്ക് ഇടപെടാനും അവരുടെ സങ്കടങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അത് വേറെ തരത്തിലെടുക്കണ്ട. ആരെങ്കിലും ഏറ്റെടുക്കും ആ ഇഷ്യൂസ്. ആ തരത്തിലേക്ക് എനിക്ക് ഉറച്ച പിന്തുണ വേണം, സഹായം വേണം, സഹകരണം വേണം. ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങൾ അത്രയേറെ കടുപ്പമുള്ളതാണ്. എനിക്ക് ആരോഗ്യം, ഞാനിപ്പോ യാത്ര ചെയ്യണമെങ്കിൽ എനിക്ക് ഒരാളെ കൂടെ വേണം. ഇന്ന് എന്റെ കൂടെ ആളുണ്ടായിരുന്നു. ഞാൻ ഇന്ന് റിട്ടേൺ കവറേജിലേക്ക് ആളെ വിട്ടു. ഒഫീഷ്യൽ ലീവിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ലീവൊന്നും പ്രശ്നമല്ല. പക്ഷെ ചെയ്യുന്ന വർക്കിന് കുറച്ച് പിന്തുണയും സഹായവും ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് മാത്രം തന്നാൽ മതി. തീർച്ചയായിട്ടും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ നിമിഷം ഞാനൊരു തീരുമാനം എടുക്കുകയാണ്. ഫറൂഖ് ഭായ് ഇത് എന്ത് കാര്യമാണോ ഫറൂഖ് ഭായ് ഇത്തരം കാര്യങ്ങൾക്ക് ഇറങ്ങുന്നത്, അതിന് പൂർണ്ണ പിന്തുണ അലി ഷേഖ് എന്ന എന്റെ ഭാഗത്ത് നിന്ന് എന്തായാലും ഉണ്ടാവും. അതിനുവേണ്ടി ഏത് രീതിയിലാണ്, അതില് വീഡിയോയിലൂടെ ആയിക്കോട്ടെ, എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന ഏത് രീതിയിലായാലും ഞാൻ ഇന്നു മുതൽ കൂടെ ഉണ്ടാവും. കിട്ടാനില്ല. അതെ, തീർച്ചയായിട്ടും അതുണ്ടാവും. അത് നമ്മുടെ ഒരു തീരുമാനമാണത്. കാരണം ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് നമ്മുടെ ഫറൂഖ് ഭായ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇതോടൊപ്പം എന്റെ കാഴ്ചക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് നമ്മുടെ ഫറൂഖ് ഭായിന്റെ കൂടെ നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. എന്റെ കൂടെ നിങ്ങളും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ എനിക്ക് ഇന്നും എപ്പോഴും ഉണ്ട്. കാരണം നിങ്ങളാണ് ഇതുവരെ നമ്മളെ ഒരു നാലാൾ അറിയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളാണ് കാരണം. അപ്പൊ എന്തായാലും ഞങ്ങൾ എല്ലാവരും